ഇന്ന് മലയാളികൾ തിരിച്ചറിയാതെ വലിച്ചെറിയുന്ന ഒരു നിധിയാണ് ചക്കക്കുരു. ഈ ചക്കക്കുരുവിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ നന്മകൾ, അതിൻ്റെ മാഹാത്മ്യം നമ്മൾ പരിശോധിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അംശങ്ങളിലേക്ക് പോകുവാൻ, അതിൻ്റെ പ്രധാനപ്പെട്ട വൈറ്റമിനുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്ന അതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുവാനാണ് ഈ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ കാലം ഈ ചക്കക്കുരു കേടുകൂടാതെ എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്നിവയാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക. ചക്കക്കുരുവിൻ്റെ ഉപയോഗം മൂലം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട്, പലർക്കും ലൈംഗിക ശേഷിയുടെ കുറവ് ഇന്ന് സമൂഹത്തിലുണ്ട്. പലരും പല മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഫലപ്രദമായ ഒന്നും കിട്ടുന്നില്ലെന്നാണ് പലരിൽ നിന്നുള്ള ഫീഡ്ബാക്ക്. പക്ഷേ ചക്കക്കുരു ഉപയോഗിക്കുന്നത് കൊണ്ട് ലൈംഗിക ശേഷി വർദ്ധിക്കുകയും അതുമൂലം പലവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്കും ഒക്കെ ഈ ചക്കക്കുരു വളരെയധികം ഫലപ്രദമായി കാണുന്നുണ്ടെന്നാണ് ഗവേഷണങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും. ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അനവധിയാണ്. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന അയൺ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ഹൃദയത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, അതുമായിട്ട് നമ്മുടെ രക്തത്തിന് പ്രശ്നമുള്ളവർക്ക് ഈ ചക്കക്കുരു കഴിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. അത് അപ്രകാരം തന്നെയാണ് ഈ ചക്കക്കുരുവിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് തൊലി, നമ്മുടെ സ്കിൻ റിലേറ്റഡ് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം. തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് അത് തടയുന്നതിന്, പ്രത്യേകിച്ച് നമ്മുടെ മുഖകാന്തി വർദ്ധിക്കുന്നതിന് മുഖത്ത് തേക്കുന്നത്, അത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് പാല്, തണുപ്പിച്ച പാല്, തേന്, ചക്കക്കുരു, ഇത് മൂന്നും കൂടെ അരച്ച് കുഴമ്പാക്കി അത് നമ്മുടെ മുഖത്ത് പുരട്ടുക. അത് മുഖകാന്തി വർദ്ധിപ്പിക്കാനും ചുളുങ്ങിയ നമ്മുടെ തൊലിയുടെ ചുളുക്കമൊക്കെ മാറാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വൈറ്റമിനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ്റെ അഭാവം ഇന്നും പലരിലും ഉണ്ട്. നമ്മുടെ ബുദ്ധി വികാസത്തിന്, നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഈ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അതായത് ചക്കക്കുരു കൊണ്ടുള്ള തോരൻ, ചക്കക്കുരു കൊണ്ടുള്ള മെഴുക്കുവരട്ടി, ചക്കക്കുരു കൊണ്ടുള്ള തീയലുകൾ, ഇങ്ങനെ പല ഇത് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അത്യന്താപേക്ഷിതമാണ്. ഇതുമൂലം നമ്മുടെ മാനസികമായ അസ്വസ്ഥതകൾ മാറുന്നതിന് ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നു. പാരമ്പര്യ വൈദ്യത്തിൽ ദഹനത്തിന് ചക്കക്കുരു ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഫുഡ് പോയിസൺ, നമ്മുടെ ശരീരത്തിൽ ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയ ആയിട്ട് ചക്കക്കുരു പ്രവർത്തിക്കുന്നുണ്ട്. അതായത് എന്ത് നമ്മുടെ വയറിനുള്ളിൽ ഉണ്ടാകുന്ന ഫുഡ് പോയിസനെയും അതിനെ മാറ്റുന്നതിന് ചക്കക്കുരുവിന് നല്ല ശക്തിയുണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്രകാരം തന്നെ നമ്മുടെ തൊലിയുടെ കാര്യം പോലെ തന്നെ മുടിക്ക് നമ്മുടെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഒക്കെ ഈ ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിഞ്ഞു പോകുന്നതിന്, നല്ല മുടി വളരുന്നതിന് ചക്കക്കുരു ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും എല്ലാവർക്കും അറിയത്തില്ല. ഇത് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് അതിശയോക്തിയാണ്, ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു സംശയമുണ്ട്. അതേപോലെ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക്, മഗ്നീഷ്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. മാനസികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നു. നമ്മളിതിനെല്ലാം പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിങ്കും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഇതിനകത്ത് ധാരാളമായിട്ട് ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരു ഒരു വലിയ നിധിയായിട്ട് നമ്മൾ കണ്ട് ഈ ചക്കക്കുരു വേസ്റ്റാക്കി കളയാതെ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു നന്മയാണ് നമ്മൾ സമൂഹത്തിന്, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ജാക്ലിൻ പ്രോട്ടീൻ, അത് HIV വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന, നമുക്ക് പ്രതിരോധ ശക്തി നൽകുന്ന ഒരു
പ്രോട്ടീനാണ് ഈ ജാക്ലിൻ. അത് പലർക്കും അറിയത്തില്ല. അപ്രകാരം തന്നെ ഈ ചക്കക്കുരുവിൻ്റെ പുറമേ ഉള്ള ആ ചക്കക്കുരുവിൻ്റെ ആദ്യ പാട, ആ കട്ടിയുള്ള പാട കഴിയുമ്പോൾ ഒരു തവിട്ട് നിറത്തിലുള്ള പാട, അത് നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. നേരത്തെ ഇത് വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. ആ ചക്കക്കുരുവിൻ്റെ ആ തവിട്ട് നിറമുള്ള പാട കളയാതെ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് പലരും അതെല്ലാം കളഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം ഗ്യാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് തെറ്റായ ഒരു നിഗമനമാണ്. നമ്മുടെ ദഹനേന്ദ്രിയത്തെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കൂടുതൽ ബലവത്താക്കുന്നതിന്, നമ്മുടെ വയറിനൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിന് ചക്കക്കുരു നമ്മൾ പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാറ്റുവാനായിട്ട് സാധിക്കും. ആമാശയത്തിലെ ദോഷകരമായ വാദങ്ങളുടെ പ്രകാശനം, അതും നമ്മുടെ ബുദ്ധിമുട്ട് വയറിൽ ഉണ്ടാകാതിരിക്കുന്നതിന് നമുക്ക് ഈ ചക്കക്കുരു ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ ചക്കക്കുരു കൊണ്ടുള്ള പാചകം വളരെ അധികം ഉണ്ടായിരുന്നു. ഇപ്പോഴ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ ചക്കക്കുരു കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ചക്കക്കുരു ജ്യൂസാക്കി ചക്കക്കുരു ഉപയോഗിക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ പൊടി അത് കലക്കി, അത് പൊടി നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്കത് പാലിൽ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന തയാമിൻ, റൈബോഫ്ലേവിൻ എന്നീ ഘടകങ്ങൾ മറ്റുള്ള ആഹാര വസ്തുക്കളുടെ ഊർജത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുകയും ശരീരത്തിൽ അത് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ട ഒരു ഉത്തേജക വസ്തുവായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം ചക്കക്കുരു നമ്മളത് ഉപയോഗിക്കുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പല ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനത് പിടിക്കുന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയും. പക്ഷേ അത് നമ്മുടെ വയറിലെ ഈ ബാക്ടീരിയ വൈറസിൻ്റെ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ ഇതിനെ ആൻറ്റി വൈറസ് ആയിട്ട് ചക്കക്കുരു പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വയറിന് നല്ല ഒരു സ്ഥിരമായ നല്ല ഒരു സന്തോഷത്തിൻ്റെ, ഒരു സുഖത്തിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടുന്നത്. മലബന്ധം ഉണ്ടാകുന്നില്ല. വയറിന് നല്ല സ്വസ്ഥമായ ഒരു ഘടന രൂപപ്പെടുന്നതിന് ചക്കക്കുരു ഉപയോഗിക്കുന്നു. സാധാരണ ചക്കക്കുരു കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് നല്ല മൺകലം, അത് ഉണക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ച മൺകലത്തിൽ നല്ല ചക്കക്കുരു തിരഞ്ഞെടുത്ത്, ഈ ചക്കക്കുരു ഒരു കേടുമില്ലാത്ത ചക്കക്കുരു നമ്മൾ നല്ല ഡ്രൈ ആയി മറ്റ് വെള്ളം നനവൊന്നും ഇല്ലാതെ ഈ കലത്തിൽ സൂക്ഷിച്ചിരുന്നു. അത് പ്രധാനമായിട്ട് ചെയ്തത് പുല്ലാഞ്ഞിയില, ഏറ്റവും അടിയിൽ പുല്ലാഞ്ഞിയുടെ ഇല നിരത്തും, വീണ്ടും ചക്കക്കുരു ഒരു ലെയർ ഇടും, അതിൻ്റെ മുകളിൽ വീണ്ടും പുല്ലാഞ്ഞിയില ഇട്ട് ഇങ്ങനെ മുക്കാൽ വരെ ഇങ്ങനെ പുല്ലാഞ്ഞിയില നിരത്തുക, ചക്കക്കുരു ഇടുക. അങ്ങനെ ഒരു മുക്കാൽ കലം വരെയും നമുക്ക് ഏറ്റവും അവസാനവും പുല്ലാഞ്ഞിയില ഇട്ട് കവർ ചെയ്തിട്ട് ഈ കലത്തിൻ്റെ വായ്ഭാഗം നമ്മൾ അടയ്ക്കാൻ മരത്തിൽ നിന്ന് എടുക്കുന്ന പാള കൊണ്ട് ടൈറ്റായിട്ട് നമ്മൾ കെട്ടിവെക്കും. അത് എത്ര നാൾ വരെയും അത് കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അവർ ഉപയോഗിച്ചിരുന്നു. ഇതിനെല്ലാം വ്യക്തമാകുന്നത് ചക്കക്കുരു നമ്മൾ വലിച്ചെറിയാതിരിക്കുക, നമ്മളൊരു വേസ്റ്റായിട്ട് കാണാതിരിക്കുക, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുക. ഇന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ മേശപ്പുറത്ത് ഈ ചക്കക്കുരു ഫ്രൈയും അതേപോലെയുള്ള ചക്കക്കുരു തീയലുകളൊക്കെ വരുമ്പോൾ നമ്മളത് വളരെയധികം സന്തോഷത്തോടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇന്ന് ഈ ചക്കക്കുരുവിൻ്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ കൂടുതൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്.